വിശേഷങ്ങളാണ്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കുറേ നാളുകളെ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു താമസിയാതെ തന്നെ കൊണ്ടുവരുന്നു. ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കാനായിരുന്നു. പക്ഷേ നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പിന്നെ റെയിൻബോ കേക്കിലോട്ട് പോയി. അപ്പോൾ റെയിൻബോ കേക്ക് ഞാൻ വീഡിയോ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അബിയുടെ ബർത്ത്ഡേ ആണ്. അബിയുടെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടാണ് ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ അവനിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ പല പഴയ വീഡിയോകളിലും കടായിലും അതേപോലെ തന്നെ കുക്കറിലും ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അനുസരിച്ച് അഭിപ്രായം പറയാൻ നോക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തയ്യാറാക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, എന്താ അവിടെ ഓഫീസിൽ നിന്ന് വന്ന് ചോറുണ്ട്, ഫോക്കസ് ആയിട്ടില്ല നിൽക്കുക. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഒരു കേക്കിൻ്റെ ടിന്ന് ഒന്ന് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ നിന്ന് എളുപ്പം എടുക്കാൻ വേണ്ടിയിട്ടും ഒരു ബേക്കിംഗ് ഷീറ്റ്, ബേക്കിംഗ് പേപ്പർ അതിൽ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഇതിനെ പാർച്ച്മെൻറ്റ് പേപ്പർ എന്നും പറയും. ഇപ്പോൾ ഈ പാർച്ച്മെൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുള്ള പോലെ തന്നെ കുറച്ച് ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഈ പാത്രത്തിലൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം കുറച്ച് മൈദയോ കുറച്ച് ഗോതമ്പോ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിടിക്കില്ല. പക്ഷേ ഇതേപോലെ പേപ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലെ എങ്ങനെയാണ് പേപ്പർ വെക്കുക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ നമുക്ക് ഇതേപോലെ പാത്രം റെഡിയാക്കി ആദ്യം വെക്കണം. കാരണം പാത്രം റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം പാത്രം റെഡിയാക്കി പോയി കഴിഞ്ഞാൽ റെഡിയാക്കാൻ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോകും. അതുകൊണ്ട് ഈ പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഉണ്ടെങ്കിൽ അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾ അവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ പ്രീ ഹീറ്റ് ചെയ്യുക. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ കടായിലാണെന്നുണ്ടെങ്കിൽ ഒരു കടായി എടുക്കുക. അതിപ്പോൾ ഏത് ടൈപ്പ് കടായി ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നോൺ സ്റ്റിക്കിൻ്റെ കടായി ഉപയോഗിക്കാതിരിക്കണം ഏറ്റവും നല്ലത് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് ഹെൽത്തിന് നല്ലതല്ലാന്ന്. ശരിയാണെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് ഇനി നോൺ സ്റ്റിക്കിൻ്റെ കടായി നമ്മൾ എടുക്കണ്ട. പഴയ ഇരുമ്പിൻ്റെ കടായൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. അതല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി പാത്രം ഇല്ലേ, സ്റ്റീലിൻ്റെ ഇഡ്ഡലി പാത്രമോ അലുമിനിയത്തിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഉപ്പോ അല്ലെങ്കിൽ നല്ല മണലില്ലേ, നല്ല വലിയ മണൽ, തരിയുള്ള മണലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പാത്രം ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മണലൊന്നും നമ്മുടെ കേക്കിന് മുകളിലോട്ടൊന്നും ആവില്ല. അപ്പോൾ അത് പേടിക്കേണ്ട. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഉപ്പിനേക്കാളും കുറച്ചും കൂടെ നല്ലത് മണലായിട്ടാണ്. ഉപ്പിടുമ്പോൾ വേറൊരു വാസന വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ കുക്കറിൽ വെക്കുക. കുക്കറിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വലിയ വായവട്ടമുള്ള കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുക്കറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുക്കർ പഴം കേക്കിൻ്റെ വീഡിയോ കണ്ടാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് മൈദയാണ്. മൈദ 1.5 കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 21 ടേബിൾ സ്പൂൺ. വെയിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 187.5 ഗ്രാം. ML എന്ന് പറയുന്നത് 375 ML ആണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 1.5 കപ്പ് മൈദ നമുക്ക് ഒരു അരിപ്പയിൽ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം അരിക്കണമെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് അതിലോട്ട് ഈ മൈദയുടെ കൂട്ടത്തിൽ കൂടെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, അതായത് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ml ആണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എടുക്കുമ്പോൾ നല്ല പുതിയതായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം. അതില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതിനുള്ള റിയാക്ഷൻ ഉണ്ടാവില്ല. പഴയതാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട കേട്ടോ. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ നമുക്ക് 1/2 ടീസ്പൂണാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ഉപ്പാണ്. ഉപ്പ് ഒരുപാടൊന്നും ഇടാൻ പാടില്ല, ഒരു അല്പം മാത്രമേ ഇടാൻ പാടുള്ളൂ, ഒരു പേരിന് മാത്രം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൽ ഉപ്പിൻ്റെ അളവങ്ങ് കൂടിപ്പോകും. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3-4 പ്രാവശ്യം അരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും, നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് അങ്ങ് അരിക്കുക. അതായത് ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അരിക്കാൻ പറയുന്നത്. ഓക്കെ, ഞാനൊരു 2 പ്രാവശ്യം നമ്മുടെ മൈദയുടെ കൂട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. സെയിം ബൗളിലോട്ട് തന്നെ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ട. നിങ്ങൾക്ക് മുട്ട താല്പര്യമില്ലെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് 1/2 കപ്പ് തൈര് ഉപയോഗിക്കാം. അതൊട്ടും തണുപ്പില്ലാത്ത തൈര് വേണം നമ്മൾ ഉപയോഗിക്കാൻ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിലോട്ട് ഈ മുട്ടയിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര, അതല്ലെങ്കിൽ 12 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
പഞ്ചസാരയുടെ അളവ് ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും കുറവായിരുന്നു എന്ന് ഒരുപാട് പേർക്ക് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 12 ടേബിൾ സ്പൂൺ ആക്കി മാറ്റി. സാധാരണ രീതിയിൽ ഞാൻ 10 ടേബിൾ സ്പൂൺ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തർക്കും അനുസരിച്ച് മാറ്റം വരുത്തണേ. ഇനി നമുക്ക് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിപ്പോൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യാം, ഒന്നുമല്ലെങ്കിൽ മിക്സിയിൽ ബീറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട്, ഞാനിപ്പോൾ ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. കെൻവുഡിൻ്റെ ഒരു പഴയ മിക്സറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് ഇതങ്ങ് ബീറ്റ് ചെയ്യാം. അതായത് പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് അങ്ങ് അലിയണം. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യുക, അതിനുശേഷം സ്പീഡ് അങ്ങ് കൂട്ടി കൊടുക്കാം. മിക്സിയിലാണെങ്കിലും ആദ്യം ചെറുതായിട്ടങ്ങ് മിക്സിയിലിട്ട് ബീറ്റ് ചെയ്യുക, അതിനുശേഷം പിന്നെ ഇച്ചിരി ഹൈ സ്പീഡ് കൂട്ടി കൊടുക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ കടായിൽ അല്ലെങ്കിൽ കുക്കറിലാണെങ്കിലും 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുതേ. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. അതിനുശേഷം കുക്കറിലാണെങ്കിൽ അതിൻ്റെ ഇത് വെയിറ്റ് വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അടച്ച് വെച്ചിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. കുക്കർ നന്നായി ചൂടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കടായി ആണെങ്കിലും അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് അങ്ങ് പ്രീ ഹീറ്റ് ചെയ്യുക. പ്രീ ഹീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട്, അതായത് കേക്ക് വെക്കുന്ന പാത്രം ചൂടുള്ള പാത്രത്തിലോട്ട് ഇറക്കി വെക്കുമ്പോഴാണ് അത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടുള്ളൂ. ചൂടില്ലാത്ത പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് ശരിയാവില്ല. അതുകൊണ്ടാണ് അവനാണെങ്കിലും നിങ്ങൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് പാത്രമാണെങ്കിലും ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ മുട്ടയുടെ കൂട്ട് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സിയിലാണെങ്കിൽ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ മിക്സിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് 1/2 കപ്പ് ഓയിലാണ്, വാസനയൊന്നും ഇല്ലാത്ത ഓയിൽ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഉരുക്കിയ വെണ്ണ ഉപയോഗിക്കാം. ഉരുക്കിയ വെണ്ണ എന്നാൽ ചൂടോടുകൂടി ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, ചൂടാറിയിട്ടുള്ള വെണ്ണ ഒഴിച്ചു കൊടുക്കാം 1/2 കപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ നെയ്യ് പ്രിഫർ ചെയ്യുന്നില്ല കേക്കിൽ. പക്ഷേ ഒരുപാട് പേര് നെയ്യ് ഉപയോഗിച്ചിട്ടും കേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വാനില എസൻസ് ആണ്. നമ്മളിതിൽ ചേർക്കുന്നത് എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തണുപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മുട്ടയുടെ വാസന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ഒഴിക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട്, അതായത് മൈദയുടെ കൂട്ട് കുറച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബീറ്ററിൻ്റെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പതുക്കെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഓവറായിട്ട് ഒരിക്കലും മിക്സ് ചെയ്യാൻ പാടില്ല. ഓവറായി മിക്സ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അങ്ങ് ഹാർഡായിട്ട് പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ മൊത്തത്തിൽ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇടുകയാണ് കേട്ടോ. അത് ഇടാൻ ഞാൻ മറന്നുപോയി. ഒരു മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അപ്പോൾ മിൽക്ക് പൗഡർ ഡയറക്റ്റായിട്ട് ഇടണ്ട, അതിലോട്ട് അല്പം പാൽ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ ഒഴിച്ചോളൂ കേട്ടോ, ഞാനത് ഒഴിക്കാൻ മറന്നുപോയതാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട്, കൺസിസ്റ്റൻസി തിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതിലോട്ട് പാൽ ഒഴിക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പാലാണ് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അത് പോരാന്നാണ് തോന്നുന്നത്. ഇനി 2 ടേബിൾ സ്പൂണും കൂടെ പാൽ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴാണ് ആ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ. ചൂടില്ലാത്ത പാൽ ഒഴിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങ് വല്ലാണ്ട് അങ്ങ് കട്ടിയായിട്ട് മാറും. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ നമ്മുടെ പാത്രത്തിലോട്ട്, അതായത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കേക്ക് ഒന്ന് കുത്തി നോക്കുക, നടുഭാഗം വെന്തിട്ടുണ്ടോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് അവനിലോട്ടാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കടായിലോട്ട് അല്ലെങ്കിൽ കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ അതും നോക്കിക്കോളൂ. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ അവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 30 മിനിറ്റാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മിഡിൽ പോർഷൻ കുക്കായിട്ടുണ്ടോ എന്ന് സ്ക്യൂർ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് സ്ക്യൂർ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് നോക്കി. പക്ഷേ കുക്കായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടെ ഞാൻ ബേക്ക് ചെയ്യാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കങ്ങ് പുറത്തെടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്ക് സൂപ്പറായി വന്നിട്ടുണ്ട്. ഞാൻ ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം നന്നായി കുക്കായിട്ടുണ്ടെന്നാണ്. നമുക്കിനി ഇതങ്ങ്
ചൂടാറാൻ വേണ്ടി കണ്ടിട്ട് ഒരു വയർ റാക്കിലോട്ട് അങ്ങ് മാറ്റി വെക്കണം. നിങ്ങളുടെ അടുത്ത് വയർ റാക്ക് ഇല്ലെങ്കിൽ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഇരുന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് ചൂടാറിക്കോട്ടെ. ചൂടാറിയതിന് ശേഷം മാത്രം മുറിക്കാൻ പാടുള്ളൂ. 3 ലെയറോ 2 ലെയറായിട്ട് മുറിക്കണമെന്നുണ്ടെങ്കിൽ ചൂടാറിയതിന് ശേഷം മാത്രം മുറിക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേക്ക് അങ്ങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലോട്ട് അങ്ങ് മാറ്റാം. ചൂടാറിക്കോട്ടെ. അകവും പുറവും ചൂടാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വയർ റാക്കിൽ വെക്കാൻ പറയുന്നത്. അതായത് താഴത്തെ ഭാഗവും പെട്ടെന്ന് ചൂടാറും മേലത്തെ ഭാഗവും പെട്ടെന്ന് ചൂടാറും. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ വേണമെങ്കിൽ നമുക്കതങ്ങ് റിമൂവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ചൂടാറിക്കോളും. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ അറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇതിനെ നമുക്ക് 3 ലെയറായിട്ട് മുറിക്കാം. ഒരു ചെറിയ കേക്കാണിത്, എന്നാൽ പോലും 3 ലെയറായിട്ട് നമുക്ക് മുറിക്കാം. നിങ്ങൾക്ക് 2 ലെയറായിട്ടും വേണമെങ്കിൽ മുറിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്തോളൂ. 3 ലെയറായിട്ടാണ് മുറിക്കാൻ പോകുന്നത്. അപ്പം അതിൽ തന്നെ ടോപ്പ് ലെയർ ഒന്ന് മുറിച്ചെടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് റെഡി ആയിരിക്കുന്നത്. ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം പിടിച്ചതിന് ശേഷം വേണം കേട്ടോ മുറിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ ഇങ്ങനെ സൈഡൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, 3 ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പിൽ 1/4 ഗ്ലാസോളം മതിയാവും കേട്ടോ. ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിയതാണ്. ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം എടുക്കുക. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ ചേർത്തുണ്ടാക്കിയപ്പോൾ ഇവിടെ വലിയ ഇഷ്ടമായില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഈ ഷുഗർ സിറപ്പ് നമ്മുടെ കേക്കിലോട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല കേക്ക് നല്ല മോയിസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഓവറായിട്ട് ഒഴിക്കാൻ പാടില്ല, എന്നാലും അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ 3 ലെയറിലും വാനില എസൻസിൻ്റെ ആ ഒരു വാസന കുറവായി തോന്നുകയാണെങ്കിൽ ഈ ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ചിലവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെറി ഉണ്ടല്ലോ, ചെറി നന്നായിട്ട് അടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇവിടെ എൻ്റെ മക്കൾക്ക് അതൊന്നും ഇഷ്ടമില്ല, ഈ ഉള്ളിൽ ചെറി വരുന്നതൊന്നും. അതുകൊണ്ട് ചെറി ഞാൻ ചേർക്കുന്നില്ല. സാധാരണ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ അങ്ങനെ ചെറി ചിലവർ അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ 3 സ്ലൈസിലും നമുക്ക് ഇതേപോലെ ഷുഗർ സിറപ്പ് അങ്ങ് ഒഴിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സോക്കായിരുന്നോളും. അതിന് ശേഷം നമുക്ക് ഇതങ്ങ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടും വിപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പൗഡർ വെച്ചിട്ട് നമുക്ക് വിപ്പ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഡ്രീം വിപ്പിൻ്റെ പൗഡറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സാധാരണ വിപ്പിംഗ് ക്രീം വാങ്ങിക്കാൻ കിട്ടും. അതാണെന്നുണ്ടെങ്കിൽ 500 ml പാക്കറ്റ് വാങ്ങിച്ചിട്ട് വിപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് പൗഡർ ആയതുകൊണ്ട് ഇതിലത്തെ 2 സാഷയാണ് ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസ് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ നിന്ന് 2 സാഷ എടുക്കുകയാണ്. ഒരു സാഷയ്ക്ക് 125 ml പാലാണ് വേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 2 സാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ 250 ml പാല് ഇതിലോട്ട് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഷ പൊട്ടിച്ചിട്ട് അതിലോട്ട് ഈ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. എനിക്ക് വിപ്പിംഗ് ക്രീമിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഇതുപോലത്തെ പൗഡർ വെച്ച് വിപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് അളന്നിട്ട് നല്ല തണുത്ത പാൽ കേട്ടോ, തണുത്ത പാൽ 250 ml നമുക്കിതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഇത് ചെറിയ സ്പീഡിലിട്ട് അങ്ങ് ബീറ്റ് ചെയ്യാം. ഇതിൽ ഓൾറെഡി അവർ പഞ്ചസാര ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനി പഞ്ചസാരയുടെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്നില്ലെങ്കിൽ പൗഡർ ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇനി ഇതിൽ പഞ്ചസാര ഒന്നും ഇടുന്നില്ല, കാരണം എനിക്ക് അത്യാവശ്യം മധുരമുണ്ട്. പക്ഷേ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം, ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് പറഞ്ഞ പോലെ ആദ്യം തന്നെ ചെറിയ സ്പീഡിൽ അടിക്കുക, പിന്നെ മീഡിയം സ്പീഡിൽ അങ്ങ് അടിച്ചെടുക്കാം. കണ്ട ചെറുതായി തിക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ ചിലവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മിക്സിയിലൊക്കെ അടിക്കാൻ പറ്റുമോ വിപ്പിംഗ് ക്രീം എന്ന്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. ഈ ഫ്രീസറിലൊക്കെ കുറേ നേരം വെച്ചിട്ട് എല്ലാം കൂടിയിട്ട് പിന്നെ മിക്സിയിൽ വെച്ച് അടിക്കുമ്പോൾ വല്ല ഷോക്ക് അടിച്ച് കഴിഞ്ഞാലേ എൻ്റെ പിള്ളേർക്കും എൻ്റെ കെട്ടിയവരും എന്നെ ഇല്ലാണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണിച്ചു തരാത്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു ഹാൻഡ് മിക്സർ വാങ്ങിച്ചാൽ എപ്പോഴും യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ് സംഭവം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കണ്ട തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നേരം കുറച്ച് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് വരും. ഇപ്പോൾ കണ്ട
നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തിരിക്കുമ്പോൾ വരാതിരിക്കണം, അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ശ്രദ്ധിക്കണം, ഇത്ര തിക്കായിട്ട് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ വേണം ചെയ്യാൻ. കാരണം ഓവറായിട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ട് ഞാൻ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് തവണ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരുപാട് എൻ്റെ ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, അതായത് കേടായി പോയിട്ടുണ്ട് ഇങ്ങനെ ക്രീം പിരിഞ്ഞു പോയത് കൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നേരം ഒന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഈ പാത്രം അങ്ങ് താഴോട്ട് കമത്തുന്ന സമയത്ത് ഒട്ടും തന്നെ പുറത്തേക്ക് താഴ്ത്തു വരില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ മധുരം നോക്കിയിട്ട്, മധുരം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ഞാൻ പറഞ്ഞ പോലെ പൊടിച്ച പഞ്ചസാരയോ ഐസിങ് ഷുഗറോ ഇടുക. അതല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് കണ്ടോ, ഇത് കമത്തിയാലും ഇതിങ്ങനെ വരില്ല, അത് അവിടെ അങ്ങനെ ഇരിക്കുക. അതാണ് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി. ഇനി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതങ്ങ് പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിൽ നിന്ന് കുറച്ച് ബോർഡിലോട്ട് വെക്കുക. അതിങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മിഡിൽ പോർഷനിൽ വെക്കാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ആദ്യത്തെ പോർഷൻ അതിലോട്ടങ്ങ് വെക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പുള്ളിക്കാരൻ അവിടെ അമർന്നിരുന്നോട്ടെ. അപ്പോൾ നമ്മളിത് ഓൾറെഡി ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ഒരു പോർഷനാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്രീം വിപ്പ് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് ആദ്യം തന്നെ വിപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വേസ്റ്റ് ആയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ 2 പാക്കറ്റ് എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 500 ml. അത്യാവശ്യം ഒരു തിക്കായിട്ട് ഇരുന്നോട്ടെ കേക്ക്. പിന്നെ ഈ ക്രീം എന്ന് പറഞ്ഞാൽ ലൈറ്റാണ്. കേക്കിൻ്റെ മധുരമൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഈ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായി എൻ്റെ പുറകെ നടക്കുന്നു. ഈ കേക്ക് ഉണ്ടാക്കാൻ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് കേട്ടോ, നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചിട്ട്. അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞു. മൂന്നാമത്തെയാണ് അതിൻ്റെ മുകളിൽ വെക്കാൻ പോവുകയാണ് നമ്മൾ. ഞാൻ ഇതിൻ്റെ മുകളിലത്തെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലത്തെ പോർഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, പക്ഷെ ഞാൻ കളയുന്നില്ല. ഇത് കഴിഞ്ഞ് നമ്മുടെ റെയിൻബോ കേക്കിന് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഫ്രോസ്റ്റിങ്, ഇത് ക്രീം വെച്ചിട്ടാണ് മാത്രം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇതങ്ങ് സൈഡിലൊക്കെ അങ്ങ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വൃത്തിയിലങ്ങ് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ സൈഡൊക്കെ സ്പൂണോ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സാധാരണ ഇതേപോലെ കേക്ക് സെർവർ വെച്ചിട്ടോ എങ്ങനെ വെച്ചിട്ടാണെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ സൈഡിൽ വെക്കുക. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കാണെങ്കിലും എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ സൈഡും ടോപ്പും ജസ്റ്റ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മുഴുവനും പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, ക്ഷമിക്കുക. നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് വൃത്തിയാക്കുക ഇത് ചെയ്തതിന് ശേഷം. അതാണ് ആദ്യം ചെയ്യേണ്ട പോയിന്റ്. സൈഡിലൊക്കെ ഏകദേശം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വൈറ്റ് ചോക്ലേറ്റ് ഒരു ഗ്രേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പീലർ വെച്ചിട്ടോ അങ്ങ് പീൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാനുള്ളതാണ്. അത് ഞാൻ റെഡിയാക്കട്ടെ കേട്ടോ. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വൈറ്റ് ചോക്ലേറ്റ് അല്ല ഇതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. എനിക്ക് കിട്ടിയില്ല. ഞാൻ ബേക്കിംഗ് സെഷനിൽ പോയി നോക്കിയിട്ടും വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് ഞാൻ സാധാരണ വൈറ്റ് ചോക്ലേറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പീൽ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവാണ്. പക്ഷെ മറ്റേ ചോക്ലേറ്റ് ശരിക്കുള്ള ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന, അതായത് ഇങ്ങനത്തെ ഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ബേക്കിംഗ് സെഷനിൽ ഉണ്ടാവും. അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് എന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് നമുക്ക് എടുക്കാം കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ മുകളിലും സൈഡിലും നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് പീലർ വെച്ചിട്ട് പീൽ ചെയ്യാനാണ്. പക്ഷേ ഈ ചോക്ലേറ്റ് പീൽ ചെയ്യുമ്പോഴും ശരിയാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്തോളൂ. ഇനി സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്ലവറൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കണ്ടിട്ട് ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. ഞാൻ എപ്പോഴും ഡിസ്പോസിബിളാണ് എടുക്കാറുള്ളത്. എന്നിട്ട് അതിലോട്ട് നമുക്കൊരു ഫ്ലവറിൻ്റെ നോസിലുണ്ടെങ്കിൽ നോസിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒരു വലിയ ഗ്ലാസ്സിലോട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഈ നമ്മുടെ ക്രീമൊന്നും അധികം പുറത്തേക്ക് പോവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അതിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇത് മെൽറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ നടുവിൽ ഒരെണ്ണം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറി അതിൻ്റെ മുകളിൽ വെക്കാം. അപ്പോഴല്ലേ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഒരു ലുക്ക് വരുള്ളൂ. ചെറി എടുക്കുക, മുകളിലോട്ട് വെക്കുക. നമ്മുടെ കേക്ക് അത്യാവശ്യം എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഞാൻ കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഓക്കെ, ഇനിയിപ്പോൾ അതേ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴേക്കും ക്രീമൊക്കെ മെൽറ്റ് ആവാൻ തുടങ്ങി. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് മുറിക്കാം. ഇപ്പം മുറിച്ച് കഴിഞ്ഞാൽ ആകപ്പാട് കുളമായി പോകും. അതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക, അതിന് ശേഷം മുറിക്കുക. എപ്പോഴും കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഞാൻ വെക്കാം. ഇനിയിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇത് അവിയുടെ ബർത്ത്ഡേയുടെ കേക്കാണ്. അപ്പോൾ രാത്രിയാണ് നീ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്